മാധവൻ എത്ര കള്ളം വേണമെങ്കിലും പറയാൻ പറഞ്ഞു. മനു BJP കാരനാണ്, അതുകൊണ്ട് മനുവിന് എത്ര കള്ളം വേണമെങ്കിലും പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ഒരു കാര്യം 100% സത്യമാണ്. വാവരും അയ്യപ്പനും ഉണ്ട് എന്നുള്ളത് പന്തളം കൊട്ടാരം, ചരിത്രരേഖകൾ, NSS, തന്ത്രി, ഹൈക്കോടതി വിധി അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. വാവരെ നിഷേധിക്കുന്നത് അയ്യപ്പനെ നിഷേധിക്കുന്നത് തന്നെയാണ്. ഞാൻ CPM വിരുദ്ധനാണ്, അത് വേറെ. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് 100% ശരിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും ഈ വിഷയത്തിൽ ശ്രീ മനു പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ചോദിച്ചല്ലോ എന്നാണ് അത് പറഞ്ഞതെന്ന്. 12 നവംബർ 2018 ഹർഷൻ അഡീഷണൽ സെക്രട്ടറി ടു കേരള ഗവൺമെന്റ് സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റിൽ ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ടെന്നും ശരണം അങ്ങനെ വന്നതാണെന്നും കേരള ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇല്ലാന്നൊന്നും പറയണ്ട. കേരള ഗവൺമെന്റ് കൊടുത്ത 12 നവംബർ 2018 NDTV അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷക്കാർക്ക് പണ്ടേ ഇതൊന്നും ഹിന്ദു അല്ല എന്ന് പറയാനൊരു താല്പര്യമുണ്ട്. അത് തെറ്റാണ്, 100% വ്യാജമാണ്. അതായത് നോർത്ത് ഇന്ത്യയെ കാണുന്ന എല്ലാ മുസ്ലിം പള്ളിയുടെ എന്താണ് ഹിന്ദു ക്ഷേത്രമാണെന്ന് തീവ്ര വലതുപക്ഷക്കാർ കള്ളം പറയുന്നത് പോലെ ഇവിടെ നേരെ തിരിച്ച് കാണുന്ന എല്ലാ ഹിന്ദു ക്ഷേത്രത്തിന്റെ എന്താണ് ബുദ്ധക്ഷേത്രമാണെന്ന് തീവ്ര ഇടതുപക്ഷക്കാർ കള്ളം പറയുന്നതാണ്. ഇവിടെ 2 വിഷയങ്ങളാണ് പ്രധാനം. ഒന്ന്, ഇതിന്റെ ആത്മാവ് CPM-ഉം കോൺഗ്രസും BJP-യും പരസ്പരം അടികൂടേണ്ട ആവശ്യമില്ല. ഈ വിഷയം ഏറ്റവും നന്നായി പഠിച്ചു പറഞ്ഞത് അന്ന് ഒക്ടോബർ 2018 അന്നത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തല കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡിന് കളമൊരുക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ശബരിമല വിധിന്യായം വന്നത്. ആ പോയിന്റിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇനി പ്രേമേന്ദ്രൻ സാറിനെ കുറിച്ചൊരു വാക്ക്. ഞാൻ പ്രേമേന്ദ്രൻ സാറിന്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിന്റെ ചെരുപ്പെടുത്ത് കൂടെ നടക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. പക്ഷേ ബീഫ് അടക്കമുള്ള പരാമർശങ്ങൾ കഴിയുന്നത് നമ്മൾ ഒഴിവാക്കണം. കാര്യം അനാവശ്യമായ അതിവൈകാരികതയിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല. കനകദുർഗയും ബിന്ദു അമ്മണിയും രഹന ഫാത്തിമയും വരുന്നത് 100% തെറ്റാണ്. വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കിയ കാര്യമാണ്. അതിനെതിരെ പ്രതിഷേധിക്കണം. ഞാൻ എന്റെയൊക്കെ നെഞ്ച് ചവിട്ടി ഇവിടെ യുവതികൾ മനുപ്രസാദ് പറഞ്ഞ കാര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അങ്ങ് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നതും അതിന് ഉപോത്ബലമായ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നതും എനിക്ക് മനസ്സിലാകും. കാരണം ഈ ചർച്ചയിൽ അങ്ങ് പറഞ്ഞു അങ്ങ് ഒരു CPM വിരുദ്ധനാണ് എന്നുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും അതിനെതിരെ വരുന്ന ഒരു ആരോപണത്തെ സാധൂകരിക്കാൻ ആവശ്യകത അങ്ങേക്കുണ്ടാകും. അങ്ങ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ എന്താണ്? ശബരിമല ഒരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്നുള്ളത്. ശബരിമല ബുദ്ധക്ഷേത്രമാണ് എന്നുള്ളതല്ല. ഇനി ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു എന്നുള്ളത് ഒരു നിമിഷം അയ്യപ്പൻ ഇല്ല എന്ന പരാമർശം നടത്തി എന്നാണ് മനുപ്രസാദ് പറഞ്ഞത്. ശബരിമല ഞാനൊന്ന് പറയട്ടെ. ശബരിമല ക്ഷേത്രം അല്ല, ശബരിമല എന്ന് പറയുന്ന മേഖല. അപ്പോൾ അത് പണ്ടൊരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് CPM പറഞ്ഞിട്ടുണ്ട് എന്നല്ല മനുപ്രസാദ് പറഞ്ഞത്. ഒരു മിനിറ്റ്, എനിക്ക് 2 പേരോട് ഒരേ സമയത്ത് സംസാരിക്കാനും പ്രേക്ഷകർക്ക് മനസ്സിലാകാത്ത തരത്തിൽ താല്പര്യമില്ല. ഞാനിവിടെ മിണ്ടാതെയിരിക്കും. നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ടേയിരിക്കും. ഞാനൊരു ഒറ്റ അക്ഷരം ഇടില്ല. അങ്ങനെ തർക്കമുണ്ടാക്കി പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ശരി, അങ്ങനെ തർക്കമുണ്ടാക്കി പോകാൻ സമ്മതിക്കുകയില്ല. മനു ആ പ്രസ്താവന പിൻവലിക്കണം. ഒരു നിമിഷം, മനു ആ പ്രസ്താവന പിൻവലിക്കണം. അത് ജനാധിപത്യപരമായ കാര്യമല്ല. മനു BJP കാരനാണ്. അതുകൊണ്ട് മനുവിന് എത്ര കള്ളവും പറയാനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ജനാധിപത്യപരമാണ് ചോദിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. മനു ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം റേറ്റിംഗ് ഒന്നുമല്ല. ഞാൻ വളരെ സമാധാനപൂർവ്വം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്ന ഒരാളാണ്. വളരെ സമാധാനം. മനു എന്നോട് പറഞ്ഞ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ മാധുവിന്റെ ഉദാഹരണം ഞാൻ വരാം. ഒറ്റ നിമിഷം. അങ്ങയോട് ചെയ്യുന്നത് നീതിപൂർവ്വമല്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മനു അതിൽ ഉറച്ചു നിൽക്കുകയാണ്. മാധു ആങ്കറാണ്, അതുകൊണ്ട് മധുവിന് എത്ര കള്ളം വേണമെങ്കിലും പറയാം. ഞാൻ അതേ നാണയത്തിൽ പറയുന്നു, മനു BJP കാരനാണ്, അതുകൊണ്ട് മനുവിന് എത്ര കള്ളം വേണമെങ്കിലും പറയാം. എന്നേ പറയുന്നുള്ളൂ.